ബംഗാളിൽ മമതാ ബാനർജിയുടേത് ദുർഭരണമാണെന്ന് ആരോപിച്ച് കാഞ്ഞങ്ങാട് LDF റാലി നടത്തി. പുതിയകോട്ടയിൽ നിന്ന് തുടങ്ങിയ റാലി നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു. പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അഹങ്കരിച്ചു നടത്തിയിടും. ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക. ഒന്നുകിൽ നിങ്ങൾ CPM-ൽ പ്രവർത്തിക്കാതിരിക്കുക, CPI-യിൽ പ്രവർത്തിക്കാതിരിക്കുക, അതിലൊക്കെ നിശബ്ദരായിട്ട് നിൽക്കുക. ആ നിലയിൽ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സമീപനങ്ങളും കാര്യങ്ങളും അതിക്രമിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ബംഗാളിലെ ഇടതുപക്ഷ MLA-മാര് മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കണ്ടു. അവര് പറഞ്ഞു, ഇതിന്റെ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ 378 ആൾക്കാർ, ഇപ്പോൾ 13ഓളം ആളുകൾ, ആക്രമിക്കപ്പെട്ട ഓഫീസുകൾ, ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ഓഫീസുകൾ, വർഗബഹുജന സംഘടനാ ഓഫീസുകൾ, അതേപോലെ തന്നെ മമതാ ബാനർജി അവരാണ് മുഖ്യമന്ത്രി. അവർ ഭരിക്കുന്ന ഈ സമയത്ത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, വീടുകളിൽ പോയിട്ട് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്ന സ്ഥിതി, അതുൾപ്പെടെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചുള്ളത്. ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് വെസ്റ്റ് ബംഗാളിലെ ഇടതുപക്ഷ പാർട്ടികൾ, ജനാധിപത്യ ശക്തികളാകെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിലെ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ, ബുദ്ധിജീവികളായിട്ടുള്ള ആൾക്കാർ ഇതൊരു കടന്നാക്രമണമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിൽ തന്നെയുള്ള പരസ്യമായ പ്രസ്താവനകളും കാര്യങ്ങളും വന്നു. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയത്തില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം, ചിദംബരത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആ ഗവൺമെന്റിനെ പരസ്യമായി വിമർശിച്ചുകൊണ്ട്, പ്രണബ് മുഖർജിയുടെ സ്റ്റേറ്റ്മെന്റ് ആ ഗവൺമെന്റിനെ പരസ്യമായി വിമർശിച്ചുകൊണ്ട്, പൂർണ്ണമായിട്ടും ഈ വിധ്വംസക പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടുള്ള നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് കീഴിലുണ്ടായിരുന്നത്. ഒരു സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മിനിമമായിട്ട് അതുപോലും പാലിക്കാൻ, പരിമിതമായിട്ട് ആ കാര്യങ്ങൾ പോലും പാലിക്കാൻ ആ ഘട്ടത്തിൽ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അത്തരമൊരു ചുറ്റുപാടിൽ അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ പൗരാവകാശ പ്രസ്ഥാനം, പൗരാവകാശ പ്രശ്നം എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. CPI ജില്ലാ സെക്രട്ടറി T കൃഷ്ണൻ അധ്യക്ഷനായി. E ചന്ദ്രശേഖരൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. കരിവള്ളൂർ വിജയൻ, KV കൃഷ്ണൻ, KP സതീഷ് ചന്ദ്രൻ, AK നാരായണൻ, അനന്തൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. P രാഘവൻ സ്വാഗതം പറഞ്ഞു. പ്രകടനത്തിന് ഹരീഷ് B നമ്പ്യാർ, T കൃഷ്ണൻ, AK നാരായണൻ, സുരേഷ് പുതിയയിടത്ത്, A ദാമോദരൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, ബാനം തമ്പാൻ എന്നിവർ നേതൃത്വം നൽകി.